നമസ്കാരം. പി എസ് സി റവല്യൂഷന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇമ്പോർട്ടന്റ് ആക്ടിലെ വളരെ പ്രധാനപ്പെട്ട നിയമമായ വിവരാവകാശ നിയമത്തെക്കുറിച്ചാണ്. അപ്പോൾ പി എസ് സി പരീക്ഷയിലെ ഏതുമായിക്കോട്ടെ 1 മാർക്ക് വിവരാവകാശ കമ്മീഷനിൽ നിന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ നന്നായിട്ട് പലപ്പോഴും ഒബ്ജക്റ്റീവ് ടൈപ്പ് മുതൽ വളരെ സങ്കീർണമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാറുണ്ട്. അപ്പൊ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു നിയമം പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ ആ 1 മാർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോകൂല. അപ്പൊ ആ രീതിയിൽ വേണം എന്ത് ചെയ്യാനാ ഈ ഒരു നിയമത്തെ നന്നായിട്ട് പഠിച്ചെടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം വിവരാവകാശ നിയമം അല്ലെ. അപ്പോ ഈ ഒരു വിവരാവകാശ നിയമം എന്ന് പറഞ്ഞാൽ എന്താണ് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ അല്ലെ, വിവര അവകാശം അല്ലെ, അതായത് ഒരു വിവരം നമുക്ക് ലഭ്യമാക്കുന്നതിനുള്ള അവകാശമാണ് അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊതു അധികാര സ്ഥാപനത്തിലുള്ള വിവരങ്ങൾ ഇന്ത്യയിലെ ഓരോ പൗരനും അറിയാനുള്ള അവകാശത്തെയാണ് എന്ത് പറയുന്നത്, വിവര അവകാശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് വിവര അവകാശം എന്ന് പറഞ്ഞാൽ അല്ലെ, അതായത് ഒരു പൊതു അധികാര സ്ഥാപനം എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ, ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങൾ, അതായത് ഒരു ഭരണഘടനാ സ്ഥാപനം അല്ലെങ്കിൽ പാർലമെന്റിലെ നിയമം മൂലം പാസാക്കിയ ഒരു സ്ഥാപനം, അല്ലെങ്കിൽ എന്താണ് ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള അല്ലെങ്കിൽ ഗവൺമെന്റ് നിയന്ത്രിക്കുന്നത്, അതുമല്ലെങ്കിൽ ഗവൺമെന്റ് സഹായം കൊടുത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ എന്താണ് ഈ ഒരു പൊതു അധികാര സ്ഥാപനങ്ങളാണ്. അപ്പൊ വിവരാവകാശവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടതാണ് എന്താണ് ഒരു പൊതു അധികാര സ്ഥാപനം എന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊന്നും നമുക്ക് എന്ത് കിട്ടില്ല, ഇങ്ങനെ റൈറ്റ് ടു ഇൻഫോർമേഷൻ നമുക്ക് കിട്ടില്ല അല്ലെ. അതായത് RTA വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. അതായത് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ പോയിട്ട് നമുക്ക് അവരുടെ വിവരം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടില്ല. എവിടുന്നേ കിട്ടുള്ളൂ അല്ലെ, അതായത് ഒരു പൊതു അധികാര സ്ഥാപനത്തിൽ നിന്ന് മാത്രമാണ്. അപ്പൊ എന്താ പൊതു അധികാര സ്ഥാപനം എന്ന് പറഞ്ഞാല് സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓരോ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, അതായത് ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന, ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള അല്ലെങ്കിൽ ഗവൺമെന്റ് സഹായം കൊടുത്തിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്താണ്, പൊതു അധികാര സ്ഥാപനമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു പൊതു അധികാര സ്ഥാപനത്തിൽ നിന്നുള്ള വിവരങ്ങളിലെ അവരുടെ നടത്തിപ്പ് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള ഡോക്യുമെന്റ്സുകൾ, അവരുടെ നിർദ്ദേശങ്ങൾ, ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയാനുള്ള അവകാശം ഓരോ ഇന്ത്യൻ പൗരനും ഉണ്ട്. ഓക്കെ, നമ്മൾ കൃത്യമായി RTA അപേക്ഷിച്ചു കഴിഞ്ഞാൽ ആ വിവരം അവർ നൽകാൻ ബാധ്യസ്ഥനാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഈ ഒരു നിയമമാണ് എന്താ, വിവര അവകാശ നിയമം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇതിന്റെ ഈ ഒരു നിയമം വന്ന വഴികളൊന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ അല്ലെ ഈ ഒരു നിയമം അല്ലെ, ആ നിയമമാവണമെങ്കിൽ ലോകസഭ, രാജ്യസഭ, രാഷ്ട്രപതി, ഇങ്ങനെ നീണ്ട കടമ്പകൾ കടക്കാനുണ്ട്. അപ്പോ ആദ്യം തന്നെ അല്ലെ ഈ ഒരു ബില്ല് എവിടേക്കാ പോയത്, ലോകസഭയിലേക്കാണ് അല്ലെ. ഇങ്ങനെയുള്ള ഈ ഒരു വിവരാവകാശ നിയമം അല്ലെ, ആ ബില്ല് എവിടെയാണ് പോയത്, ലോകസഭയിലാണ്. ആ ലോകസഭ പാസ്സാക്കുന്നത് എന്നാണ്, 2005 മെയ് 11. ഓർത്ത് വെച്ചേക്കണം, എന്നാണ് 2005 മെയ് 11. അപ്പൊ വിവരാവകാശ നിയമം എന്ന് പറയുമ്പോൾ തന്നെ അല്ലെ 2005 എന്നാണ് നമ്മൾ പറയാറ്. വിവരാവകാശ നിയമം പാസ്സാക്കിയത് എന്നാണ്, 2005. അപ്പൊ ആ നിയമം പാസ്സാക്കുന്നതിന് മുമ്പ് അല്ലെ ലോകസഭ പാസ്സാക്കുന്നത് എന്നാണ്, 2005 മെയ് 11. രാജ്യസഭ പാസ്സാക്കുന്നത് മെയ് 12 അല്ലെ. അപ്പൊ തൊട്ടടുത്ത ദിവസം തന്നെ ആര് പാസ്സാക്കുന്നുണ്ട്, രാജ്യസഭ പാസ്സാക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കറിയാം ഒരു ബില്ല് അല്ലെ, അത് നിലവിൽ വരണമെങ്കിൽ അല്ലെ പ്രസിഡന്റും കൂടി ഒപ്പുവെക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പൊ ലോകസഭ പാസ്സാക്കി, അത് കഴിഞ്ഞിട്ട് ആരുടെ അടുത്ത് പോയി, രാജ്യസഭയുടെ അടുത്ത് പോയി. അപ്പൊ അവരും ആ തൊട്ടടുത്ത ദിവസം തന്നെ പാസ്സാക്കി. അതിനുശേഷം ആ ബില്ല് എങ്ങോട്ടാ പോകുന്നത്, നമ്മുടെ രാഷ്ട്രപതിയുടെ അടുത്തേക്കാണ് അല്ലെ, നമ്മുടെ പ്രസിഡന്റിന്റെ അടുത്തേക്കാണ്. പ്രസിഡന്റിന്റെ അടുത്തേക്ക് പോയി അല്ലെ. എന്നാണ് അദ്ദേഹം അത് ഒപ്പുവെക്കുന്നത്, എന്നാണ് തൊട്ടടുത്ത ദിവസമാണോ, അല്ലല്ലേ, 2005 ജൂൺ മാസത്തിലാണ് അല്ലെ, അടുത്ത മാസത്തിലാണ് അത് അങ്ങേര് ഒപ്പുവെക്കുന്നത്. എന്നാണ്, ജൂൺ 15. ഓക്കെ, അപ്പൊ ഈ 3 ഡേറ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ആദ്യം അല്ലെ ആ ബില്ല് ലോകസഭയിലേക്ക് പോകുന്നു, 2005 മെയ് 11 അത് പാസ്സാക്കുന്നു. ശേഷം രാജ്യസഭയിലേക്ക് എത്തുന്നു, അത് തൊട്ടടുത്ത ദിവസം തന്നെ അത് പാസ്സാക്കുന്നു, മെയ് 12. പിന്നീട് എങ്ങോട്ടേക്ക് പോകുന്നു, രാഷ്ട്രപതിയുടെ അടുത്തേക്ക് പോകുന്നു. അതെന്നാണ് പാസ്സാക്കുന്നത് അല്ലെ, കുറച്ചൊന്ന് വൈകിട്ട് ജൂൺ 15 എന്ത് ചെയ്യുന്നത്, ആ ബില്ല് പാസ്സാക്കുന്നത് അല്ലെ. അങ്ങനെ ആ ഒരു ബില്ല് എന്തായി, നിയമമായി വന്നു. അതിനുശേഷം ഈ ഒരു ബില്ലിലെ നിലവിൽ വരുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്, 2005 ഒക്ടോബർ 12. ഓക്കെ, അപ്പൊ പ്രസിഡന്റ് ഒപ്പുവെച്ച ഡേറ്റും അതുപോലെ തന്നെ ഈ ഒരു നിയമം നിലവിൽ വരുന്ന ഡേറ്റും ചോദിച്ചാൽ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കണം. പ്രസിഡന്റ് ഒപ്പുവെച്ചത് എന്നാണ്, 2005 ജൂൺ 15. നിലവിൽ വരുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 2005 ഒക്ടോബർ 12. അപ്പൊ ഈ ഒരു 2 ഡേറ്റും കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കണം.
വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലപ്പോഴും ഈ രണ്ട് ഡേറ്റുകളാണ് എപ്പോഴും ചോദിക്കാറുള്ളത്. ഇനി എങ്ങാനും സ്റ്റേറ്റ്മെന്റിൽ അല്ലേ ഈ ലോകസഭ പാസ്സാക്കിയതും രാജ്യസഭ പാസ്സാക്കിയതും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഉത്തരം ഉണ്ടാവണം. ഓക്കെ, അപ്പൊ പഠിക്കാൻ എളുപ്പമല്ലേ? അതായത് മെയ് 11 അല്ലേ, തൊട്ടടുത്ത ദിവസം മെയ് 12. അപ്പൊ ആ 2 ദിവസങ്ങളിലാണ് എന്ത് ലോകസഭയും രാജ്യസഭയും പാസ്സാക്കുന്നത്. അപ്പൊ നമുക്കത് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ട് നമുക്കതങ്ങ് വെറുതെ അങ്ങ് പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പൊ എന്താണ് ലോകസഭ പാസ്സാക്കിയത് 2005 മെയ് 11, രാജ്യസഭ മെയ് 12, പ്രസിഡന്റ് എന്നാണ് ജൂൺ 15, ആ നിയമം നിലവിൽ വരുന്നത് എന്നാണ് ഒക്ടോബർ 12. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രസിഡന്റ് ഒപ്പുവെച്ചു എന്നൊക്കെ പറഞ്ഞുല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ സമയത്തെ പ്രസിഡന്റ് ആരായിരുന്നു? അതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതല്ലേ. ആരായിരുന്നു ആ സമയത്തെ പ്രസിഡന്റ് ചോദിച്ചാൽ നമ്മുടെ സ്വന്തം APJ അബ്ദുൽ കലാം ആണ്. ആരാണ്? APJ അബ്ദുൽ കലാം ആണ് വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ആ സമയത്തെ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? മൻമോഹൻ സിംഗ് ആണ്. ആരാണ്? മൻമോഹൻ സിംഗ്. രണ്ടുപേരെയും ഒന്ന് ഓർത്തു വെച്ചേക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ വിവരാവകാശ നിയമ ബില്ലിൽ ഒപ്പുവെച്ച പ്രസിഡന്റ് ആരാണ്? APJ അബ്ദുൽ കലാം ആണ്. ഇനി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ അധികം ചോദിച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്, ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏതാണ്? ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം. ഓപ്ഷനിൽ ഉണ്ടാവും, വിവരാവകാശ നിയമം ഉണ്ടാവും, മനുഷ്യാവകാശ നിയമം ഒക്കെ ഉണ്ടാവും. നമ്മുടെ മനസ്സിൽ ആരേ പാടുള്ളൂ? വിവരാവകാശ നിയമം. അപ്പൊ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് ഏത് നിയമത്തെയാണ്? വിവരാവകാശ നിയമത്തെയാണ്. ഇനി നമുക്ക് നോക്കാം ഈ ഒരു നിയമം പാസാക്കിയ ആദ്യ രാജ്യം ഏതാണെന്ന് നോക്കാം. ഏതാണ് ആ രാജ്യം? ലോകത്തിൽ ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അത് സ്വീഡൻ ആണ് അല്ലെ. ഏതാണ്? സ്വീഡൻ ആണ്. ലോകത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യമാണ് സ്വീഡൻ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്ത്യ ഈ നിയമം പാസ്സാകുന്ന എത്രാമത്തെ രാജ്യമാണെന്ന് ചോദിച്ചാൽ 55ാമത്തെ രാജ്യമാണ്. ഓക്കെ, അപ്പൊ പൗരന്മാർക്ക് ഇങ്ങനെയുള്ള അറിയാനുള്ള അവകാശം നിയമപരമായി ലഭിച്ച എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ എത്രാമത്തെ രാജ്യമാണ്? 55ാമത്തെ രാജ്യമാണ്. ശരിക്കും 57 ഉത്തരം, പക്ഷെ PSCയുടെ ആൻസർ എന്താണ്? 55 ആണ്. അപ്പൊ 55 പഠിച്ചു വെച്ചേക്കുക. ഇനി ഇൻ കേസിൽ ഭാവിയിലൊക്കെ 57 55 ഇല്ല, ഓപ്ഷനിൽ 57 ഉണ്ടെങ്കിൽ നിങ്ങൾ 57 കറപ്പിക്കാൻ മറക്കാൻ പാടില്ല. അപ്പൊ കറക്റ്റ് ഇവിടെ PSC പറയുന്ന ആൻസർ 55 ആണ്. അപ്പൊ അത് ആ രീതിയിൽ പഠിച്ചു പോവുക. ഓക്കെ, അപ്പൊ പൗരന്മാർക്ക് അറിയാനുള്ള അവകാശം നിയമപരമായി ലഭിച്ച എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ എത്രാമത്തെ രാജ്യമാണ്? 55. ഓക്കെ, അപ്പൊ ലോകത്തിൽ ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം ഏതാണ്? അത് സ്വീഡൻ ആണ്. ദെൻ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു വിവരാവകാശ നിയമം എന്നൊരു ആശയം കൊണ്ടുവന്ന പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? അത് VP സിംഗ് ആണ്. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു വിവരാവകാശ നിയമമൊക്കെ വേണം എന്നുള്ള ഒരു ആശയം അല്ലെ കൊണ്ടുവന്നിട്ടുള്ള പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് VP സിംഗ് ആണ്. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ടല്ലേ വിവരാവകാശവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഈ ഒരു വിവരാവകാശം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ജനകീയ പ്രചാരണം ആരംഭിച്ച ഒരു സംഘടനയുണ്ട്. അതേതാണ്? അതിലെ നമ്മുടെ രാജസ്ഥാൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന മസ്തൂർ കിസാൻ ശക്തി സംഘടനാണ്. ഏതാണ്? മസ്തൂർ കിസാൻ ശക്തി സംഘടന. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കുന്നതാണ്. അതിന്റെ സ്ഥാപക നേതാവാണ് നമ്മുടെ അരുണ റോയ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതും ചോദിക്കാറുണ്ട്. മസ്തൂർ കിസാൻ ശക്തി സംഘടനയുടെ സ്ഥാപക നേതാവാണ് ആര്? അരുണ റോയ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്താണ്? ഈ ഒരു സംഘടന എന്തിനു വേണ്ടിയിട്ടായിരുന്നു? വിവരാവകാശ നിയമം അല്ലെ. വിവരാവകാശ നിയമത്തിന് വേണ്ടിയിട്ട് ഒരു ജനകീയ പ്രചാരണം ആരംഭിച്ച സംഘടനയാണ് ഇത് മസ്തൂർ കിസാൻ ശക്തി സംഘടന എന്ന് പറയുന്നത്. എവിടെയാണ് അവരുടെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത്? രാജസ്ഥാൻ ആണ്. അതും ഓർത്തു വെച്ചേക്കാം. ഇനി നമുക്ക് നോക്കേണ്ട ഒന്നാണ് ഈ ഒരു വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? അത് തമിഴ്നാടാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2 ക്വസ്റ്റ്യൻസ് ഇവിടുന്ന് വരും. അതായത് വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം എന്ന് മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ അത് തമിഴ്നാടാണ്. ആ വർഷം ഓർത്ത് വെച്ചേക്കണം, 1997. ഓക്കെ, 97ലാണ്. എന്നാൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, 2005 വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് രാജസ്ഥാനാണ്. ഓക്കെ, അപ്പൊ 2 ക്വസ്റ്റ്യൻ തമ്മിൽ മാറിപ്പോകരുത്. എന്താണ്? ഈ 2005 വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനമാണ് രാജസ്ഥാൻ അല്ലെ. നമ്മൾ പഠിച്ചത് എന്താണ്? വിവരാവകാശ നിയമം എന്ന് പറയുന്നത് 2005ലാണ്. എന്നാൽ 2005 മുമ്പ് അല്ലെ 1997 എന്ത് ചെയ്തിട്ടുണ്ട്? തമിഴ്നാട്ടിൽ ഇങ്ങനെ ഒരു നിയമം അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കണം. എന്നാൽ
2005 ഈ ഒരു വിവരാവകാശ നിയമം വന്നതിന് ശേഷം ആ ഒരു നിയമം പാസാക്കിയ സംസ്ഥാനം ചോദിച്ചാൽ അത് രാജസ്ഥാനാണ്. അപ്പൊ പ്രത്യേകം ഓർത്ത് വെക്കണം, ജസ്റ്റ് 2005 ഒന്നും കൊടുക്കാതെ വെറും വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം എന്ന് മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ അതേതാണ്? തമിഴ്നാടാണ്. ഇത് രണ്ടും PSC യുടെ ക്വസ്റ്റ്യൻ ആണ്, കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, ആ വർഷം കൂടി ഓർത്ത് വെച്ചേക്കുക, ഏതാണ്? 1997 തമിഴ്നാട്ടില്. ദെൻ ഈ ഒരു വിവരാവകാശ നിയമത്തിന്റെ പിൻഗാമി ഏതാന്ന് ചോദിക്കാറുണ്ട്. അതേതാണ്? ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് 2002 ആണ്. അപ്പൊ അതും കൂടി പഠിച്ചു വെച്ചേക്കുക. വിവരാവകാശ നിയമത്തിന്റെ പിൻഗാമി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് 2002 ആണ്. ഓക്കെ, അപ്പൊ ഈ 3 കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കണം. ഒന്നാമത്തെ പറഞ്ഞത് എന്താണ്? വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം, ഇങ്ങനെ മാത്രമേ ചോദിക്കുന്നുള്ളൂ എങ്കിൽ അത് തമിഴ്നാടാണ്. എന്നാൽ 2005 വിവരാവകാശ നിയമം നിലവിൽ വന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് രാജസ്ഥാനാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു വിവരാവകാശ നിയമം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാലേ, ഈ RTI വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു അപേക്ഷ കൊടുക്കാനായിട്ട് തുടങ്ങൂലേ? എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു നിയമം വന്നത് അല്ലെ? നമ്മളെ പോലുള്ള ഓരോ പൗരനും ഇതുപോലെയുള്ള പൊതു അധികാര സ്ഥാപനത്തിലുള്ള നടക്കുന്ന വിവരങ്ങളൊക്കെ അല്ലെ, അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? RTI അപേക്ഷിക്കുക അല്ലെ, അതായത് വിവരാവകാശത്തിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കുക. അപ്പൊ ഇങ്ങനെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വിവരാവകാശത്തിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ സമർപ്പിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? അത് ഷാഹിദ് രാസ ബർണോയി ആണ്. ഓക്കെ, അപ്പൊ അയാളെ പേര് കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ആരാണ്? ഷാഹിദ് രാസ ബർണോയി അല്ലെ. ആരാണ് അദ്ദേഹം? ഇന്ത്യയിൽ ആദ്യമായിട്ട് വിവരാവകാശത്തിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്ത വ്യക്തിയാണ് ആര്? ഷാഹിദ് രാസ ബർണോയി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ചിട്ടാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട്. അപ്പൊ വിവരാവകാശ നിയമല്ലേ, നമുക്ക് അറിയാം വിവരാവകാശ നിയമം എന്തിനു വേണ്ടിയിട്ട് വന്നതാണ്? ഓരോ പൊതു അധികാര സ്ഥാപനങ്ങളിലുള്ള വിവരങ്ങള് ഓരോ പൗരനും ഓരോ ഇന്ത്യൻ പൗരനും അറിയാനുള്ള അവകാശമുണ്ട്. അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളിലെ, അതുപോലെ തന്നെ അവിടുത്തെ രേഖകൾ, അവിടുത്തെ ഡോക്യുമെന്റ്സ്, മറ്റുള്ള സർക്കുലറുകൾ, അതുപോലെ തന്നെ അവരുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനുള്ള അവകാശം ഉണ്ട് അല്ലെ. അതിനി കമ്പ്യൂട്ടറിൽ ഉള്ള വിവരങ്ങളാണെങ്കിൽ പോലും നമുക്ക് അറിയാനുള്ള അവകാശമുണ്ട്. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വിവരാവകാശ നിയമം വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇത് വന്നതോട് കൂടിയിട്ട് അല്ലെ, എന്തൊക്കെയാണ് ഇതിന്റെ പൊതു ലക്ഷ്യങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്നാമത്തേതാണ് പൊതു അധികാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഉത്തരവാദിത്വവും സുതാര്യതയും ഉറപ്പുവരുത്തും അല്ലെ. അതായത് നമുക്കറിയാലേ, ഇങ്ങനെ നമുക്ക് ഏത് നിമിഷം നമ്മൾ എന്ത് ചെയ്യും? RTI സമർപ്പിക്കാം അല്ലെ. ഏത് പൗരനും ഏത് നിമിഷം എന്ത് ചെയ്യും? RTIക്ക് അപേക്ഷിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യണം? ആ സ്ഥാപനത്തിലുള്ള വിവരങ്ങൾ കൊടുക്കാൻ തയ്യാറായി നിൽക്കണം. ഓക്കെ, അതായത് തയ്യാറാവണം അല്ലെ. അതിന് തയ്യാറായിട്ടില്ലെങ്കിൽ അതിനുള്ള പ്രത്യേക ശിക്ഷകളും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഓരോ പൊതു അധികാര സ്ഥാപനം എന്താണ് അല്ലെ, ബാധ്യസ്ഥനാണ്. അതായത് ഏത് പൗരനും അവിടുത്തെ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാനും, അല്ലെങ്കിൽ അവർ ചോദിച്ച RTI സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള കൃത്യമായ ഉത്തരം നൽകാനും അവരാരാണ്? ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനങ്ങളിൽ എന്ത് ചെയ്യും? കുറച്ച് ഉത്തരവാദിത്വം വളർത്തൂലേ, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളിലൊക്കെ സുതാര്യത കൈവരാനായിട്ട് സാധിക്കും ഇതിലൂടെ. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, ഇങ്ങനെയൊക്കെ കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്വവും സുതാര്യതയൊക്കെ കൈവരിക്കുന്നതിലൂടെ അവിടെ എന്ത് ചെയ്യാം? നമുക്ക് ഒരു പരിധി വരെ അഴിമതി നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് പറ്റും അല്ലെ. ഇപ്പൊ കൃത്യമായിട്ടുള്ള ഡാറ്റകളും കാര്യങ്ങളും അവിടെ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. നമ്മൾ ഓരോ പൗരനും അപേക്ഷിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് നൽകാൻ അവർ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് നടക്കാൻ സാധ്യത കുറവാണ്? അഴിമതി ഒരു പരിധി വരെയൊക്കെ കുറയ്ക്കാനേ പറ്റുള്ളൂ. പൂർണ്ണമായിട്ടൊന്നും നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റില്ല. എന്നിരുന്നാലും അഴിമതി ഒരു പരിധിവരെ നിർമ്മാർജ്ജനം ചെയ്യാൻ ഈ ഒരു വിവരാവകാശ നിയമം കൊണ്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അതും എന്താണ്? ഈ ഒരു വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യമാണ്. പിന്നെ അടുത്തത് പറയാനുള്ളത്, സർക്കാരുകളുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കൂലേ. അതായത് കൃത്യമായിട്ട് എല്ലാ ഡാറ്റയും അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും അല്ലെ, സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി വരും. അല്ലെങ്കിൽ എല്ലാ ഡാറ്റയും കൃത്യമായിട്ട് അവിടെ ഏത് നിമിഷം അല്ലെ ആര് വന്ന് ചോദിച്ചാലും കിട്ടാൻ പാകത്തിന് അവിടെ എല്ലാ ഡാറ്റയും കറക്റ്റ് ആയിട്ട് ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യും? കാര്യക്ഷമമാവും അല്ലെ. അതായത് ഒരു മന്ദാവസ്ഥയിൽ നിന്ന് വളരെ കാര്യക്ഷമമായിട്ട് അവർ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പൊ ഇതും ഒരു വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യമാണ്. ദെൻ ലാസ്റ്റ് ആയിട്ട് ഭരണാധികാരികൾക്ക് ജനങ്ങളോടുള്ള പ്രതിബദ്ധത ഉറപ്പുവരുത്തും അല്ലെ. നമ്മൾ പറഞ്ഞില്ലേ, ഓരോ പൗരനും ഇവിടുത്തെ ഓരോ വിവരങ്ങൾ അറിയാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യും? ഈ ഭരണാധികാരികൾക്ക് ജനങ്ങളോടുള്ള ഒരു പ്രതിബദ്ധത ഉറപ്പുവരുത്താൻ ഈ ഒരു നിയമം കൊണ്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ 4 പോയിന്റുകൾ നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം, ചോദിക്കുന്നതാണ്. അപ്പൊ വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങളാണ്. അപ്പൊ ഒന്നാമത്തെ എന്താണ്? പൊതു അധികാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ എന്ത് വരുന്നു? ഉത്തരവാദിത്വവും സുതാര്യതയും ഉറപ്പുവരുത്തുന്നു. അതുപോലെ തന്നെ അഴിമതിയിലെ ഒരു പരിധി വരെ നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റുന്നുണ്ട്.
പിന്നെ പറയുകയാണെങ്കിൽ സർക്കാരുകളുടെ പ്രവർത്തനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കാര്യക്ഷമമാക്കാൻ തുടങ്ങുന്നുണ്ട് അല്ലെ ഇതിലൂടെ, ഈ ഒരു നിയമത്തിലൂടെ. അതുപോലെ തന്നെ ഭരണാധികാരികൾക്ക് ജനങ്ങളോടുള്ള പ്രതിബദ്ധത ഉറപ്പുവരുത്തുന്നുമുണ്ട്. ഇതൊക്കെയാണ് പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇനി ഈ ഒരു നിയമവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വസ്തുതകളുണ്ട്. അതായത് ഇതിലുള്ള ചാപ്റ്റേഴ്സിന്റെ എണ്ണം, അതുപോലെ തന്നെ സെക്ഷൻ, ഷെഡ്യൂളുകളൊക്കെ എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ ആദ്യം നമുക്ക് നോക്കേണ്ടത് അധ്യായങ്ങളാണ് അല്ലെ, അതായത് ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് അധ്യായങ്ങൾ എന്ന് പറഞ്ഞാൽ ചാപ്റ്റേഴ്സ് ആണ്. ഈ ഒരു വിവരാവകാശ നിയമം അല്ലെ, വിവരാവകാശ നിയമം 2005 അടങ്ങിയിരിക്കുന്ന ചാപ്റ്റേഴ്സ് എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ 6 ചാപ്റ്റേഴ്സ് ആണ്. ഓർത്ത് വെച്ചേക്കണം, ഈ നിയമത്തിലെ ചാപ്റ്റേഴ്സ് അഥവാ അധ്യായങ്ങൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ എത്ര ഉണ്ട്, 6 എണ്ണം ഉണ്ട്. അപ്പൊ ഇതിൽ 6 എണ്ണം നമ്മൾ എന്താണെന്ന് പഠിച്ചു വെച്ചിട്ടില്ലെങ്കിലും പ്രധാനപ്പെട്ട ഒരു 3 എണ്ണം നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ഒന്നാമത്തത് ചാപ്റ്റർ 2 എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? ചാപ്റ്റർ 2 പറയുന്നത് വിവരത്തിനുള്ള അവകാശവും പൊതു അധികാര സ്ഥാപനങ്ങളുടെ കടമകളെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലെ. അതായത് ഓരോ പൗരനുമുള്ള വിവരത്തിനുള്ള അവകാശവും അതുപോലെ തന്നെ അത് നൽകാനുള്ള പൊതു അധികാര സ്ഥാപനങ്ങളുടെ കടമകളെ കുറിച്ചിട്ടുമാണ് എന്തിൽ പറയുന്നത്, ചാപ്റ്റർ 2 പറയുന്നത്, അതായത് അധ്യായം 2 പറയുന്നത്. ഓക്കെ, അപ്പൊ അധ്യായം 2 അല്ലെങ്കിൽ ചാപ്റ്റർ 2 എന്താ പറയുന്നത്, വിവരത്തിനുള്ള അല്ലെ, വിവരത്തിനുള്ള അവകാശം അല്ലെ, അതായത് ഓരോ പൗരനും ഇങ്ങനെ ലഭിക്കാനുള്ള അല്ലെ, വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള അവരുടെ അവകാശത്തെ കുറിച്ചിട്ടും അതുപോലെ തന്നെ അത് കിട്ടാൻ വേണ്ടിയിട്ടില്ലേ പൊതു അധികാര സ്ഥാപനങ്ങൾ അവരുടെ കടമകൾ അല്ലെ, അവരുടെ കടമകളെ കുറിച്ചിട്ടുമാണ് എന്തിൽ പറയുന്നത്, ഈ ഒരു ചാപ്റ്റർ 2 പറയുന്നത്. അടുത്ത ചാപ്റ്റർ 3 ആണ്. ആ ചാപ്റ്റർ 3 പറയുന്നത് കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധ്യായമാണ് ഏത്, ചാപ്റ്റർ 3 അല്ലെ, അധ്യായം 3 അല്ലെങ്കിൽ ചാപ്റ്റർ 3 എന്ന് പറയുന്നത് എന്താണ്, കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ ചാപ്റ്റർ 4 അല്ലെങ്കിൽ അധ്യായം 4 പറയുന്നത് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ആണ് അല്ലെ, അതായത് ഒരു കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ സംസ്ഥാനങ്ങളിൽ എന്തുണ്ടാവും, ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ സംസ്ഥാന വിവരാവകാശ കമ്മീഷനും ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ച് പറയുന്നതാണ് ചാപ്റ്റർ 3ഉം 4ഉം അല്ലെ, വളരെ അടുത്തടുത്ത് നിൽക്കുന്ന ചാപ്റ്റേഴ്സ് ആണ്, അതുകൊണ്ട് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതിന്റെ കൂടെ ഈ ഒരു ചാപ്റ്റർ 2ഉം കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. എന്താണ് ചാപ്റ്റർ 2 പറയുന്നത്, വിവരത്തിനുള്ള അവകാശവും അതുപോലെ തന്നെ പൊതു അധികാര സ്ഥാപനങ്ങളുടെ കടമകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ചാപ്റ്റർ 3 എന്താണ്, കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ചിട്ടും ചാപ്റ്റർ 4 സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ചിട്ടുമാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നോക്കാനുള്ളത് സെക്ഷൻസ് ആണ് അല്ലെ, ഇതിലുള്ള വകുപ്പുകളുടെ എണ്ണമാണ് ചോദിക്കുന്നത്. അത് എത്ര എണ്ണമുണ്ട്, സെക്ഷൻസ് 31 സെക്ഷൻസ് അല്ലെ, 31 വകുപ്പുകളാണ് ഈ ഒരു വിവരാവകാശ നിയമത്തിലുള്ളത്. ഓർത്തു വെച്ചേക്കണം, എത്ര സെക്ഷൻസ് ആണ്, സെക്ഷനിലെ 31 സെക്ഷൻസ് ആണ് ഈ ഒരു വിവരാവകാശ നിയമത്തിലുള്ളത്. അപ്പൊ ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ അധ്യായങ്ങൾ 6 എണ്ണം, സെക്ഷൻസുകൾ എത്ര ഉണ്ട്, 31 ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ ഷെഡ്യൂൾസ് അല്ലെ, അതായത് പട്ടികകൾ എത്ര ഉണ്ട്, 2 എണ്ണം ഉണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ ഷെഡ്യൂൾസുകൾ എത്ര ഉണ്ട്, 2 എണ്ണാണ് ഉള്ളത് അല്ലെ. അതായത് പട്ടികകൾ എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ട്, 2 എണ്ണം ഉള്ളത്. അതിൽ ആകെ 2 എണ്ണല്ലേ ഉള്ളൂ, അതുകൊണ്ട് 2ഉം അങ്ങ് പഠിച്ചു വെച്ചേക്കുക. ഒന്നാമത്തെ ഷെഡ്യൂൾ അല്ലെങ്കിൽ ഒന്നാമത്തെ പട്ടികയിൽ പറയുന്നത് സത്യപ്രതിജ്ഞയാണ് അല്ലെ. ആരുടെ സത്യപ്രതിജ്ഞയാകും, അതായത് നമ്മൾ പറഞ്ഞു കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങളിലും ഓരോരോ സംസ്ഥാന വിവരാവകാശ കമ്മീഷന്മാരുണ്ടാവും അല്ലെ. അപ്പൊ ഇവരുടെ കമ്മീഷണർമാരുടെ, കേന്ദ്രത്തിലെയും അതുപോലെ തന്നെ സംസ്ഥാനത്തിലെയും വിവരാവകാശ കമ്മീഷണർമാരുടെ സത്യപ്രതിജ്ഞയെ കുറിച്ച് പറയുന്ന ഷെഡ്യൂൾ ആണ് ഫസ്റ്റ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ സെക്കൻഡ് ഷെഡ്യൂൾ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, സെക്കൻഡ് ഷെഡ്യൂളില് വിവരങ്ങൾ നിഷേധിക്കുന്ന സ്ഥാപനങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. വിവരങ്ങൾ നിഷേധിക്കുന്ന സ്ഥാപനങ്ങളിലെ നമുക്ക് ചില സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ നമുക്ക് കിട്ടില്ല അല്ലെ. അതായത് നമ്മൾ പറഞ്ഞു പൊതു അധികാര സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ എന്ത് കിട്ടാനുള്ള അവകാശം ഉണ്ട്, അവിടുത്തെ വിവരങ്ങളൊക്കെ കിട്ടാനുള്ള അവകാശം ഉണ്ടെങ്കിലും നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷതയും അഖണ്ഡതയും ഒക്കെ ബാധിക്കുന്ന ചില സ്ഥാപനങ്ങളുണ്ട് അല്ലെ. അതായത് നമ്മുടെ CBI പോലുള്ള അതുപോലെ തന്നെ നമ്മുടെ ഡിഫൻസ് മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റില്ല, പൗരന്മാർക്ക് അവിടുത്തെ എല്ലാ വിവരങ്ങളും കൊടുക്കാനുള്ള സാഹചര്യം ഇല്ലല്ലേ. കാരണം എന്താണ്, അത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ അത് ബാധിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങളൊന്നും ഒരു പൗരനും അപേക്ഷിച്ചു കഴിഞ്ഞാൽ അത് കിട്ടില്ല. അപ്പൊ അങ്ങനെ കിട്ടാത്ത ചില സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്, അതിനെ കുറിച്ച് പറയുന്നതാണ് ഷെഡ്യൂൾ 2 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെക്ഷൻ 8 ഉണ്ട്, അത് നമുക്ക് പിന്നെ പഠിക്കാം. ഇപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഈ 2 ഷെഡ്യൂളുകളാണ്. ഏതൊക്കെയാണ്, നമുക്ക് ആകെയുള്ള അല്ലെ വിവരാവകാശ നിയമത്തിൽ 2 ഷെഡ്യൂൾ മാത്രമേ ഉള്ളൂ. അതിൽ ഫസ്റ്റ് ഷെഡ്യൂൾ പറയുന്നത്
സത്യപ്രതിജ്ഞയാണ് അല്ലേ. സത്യപ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ ആരുടെ സത്യപ്രതിജ്ഞയാണ്? നമ്മുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ, അതുപോലെ തന്നെ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരുടെ ഒക്കെ അല്ലെ, അവര് ജോയിൻ ചെയ്യുന്ന സമയത്ത് അവരെ കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കൂലേ. അപ്പൊ അതിനെ കുറിച്ച് പറയുന്ന ഷെഡ്യൂളാണ് ഇത് ഷെഡ്യൂൾ 1 എന്ന് പറയുന്നത്, അതായത് പട്ടിക 1 എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഷെഡ്യൂൾ അല്ലെങ്കിൽ രണ്ടാമത്തെ പട്ടികയിൽ എന്താ പറയുന്നത്? വിവരങ്ങൾ നിഷേധിക്കുന്ന സ്ഥാപനങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പൊ അതും കൂടി എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് വിവരാവകാശ നിയമപ്രകാരം അല്ലെ പൗരന്മാർക്ക് ലഭിച്ച അവകാശങ്ങൾ. ഓക്കെ, അതിനെ കുറിച്ചിട്ടാണ് നോക്കാനുള്ളത്. ഓക്കെ, അപ്പൊ വിവരാവകാശ നിയമപ്രകാരം ഓരോ പൗരന് ലഭിച്ച അവകാശങ്ങളെ കുറിച്ചിട്ടാണ് നോക്കാനുള്ളത് അല്ലെ. നമ്മൾ പറഞ്ഞു ഓരോ ഒരു പൊതു അധികാര സ്ഥാപനത്തിൽ നിന്നുള്ള വിവരങ്ങളൊക്കെ ലഭിക്കാനുള്ള അവകാശമുണ്ട്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തിനൊക്കെയുള്ള അവകാശങ്ങളാണ് ഉള്ളതെന്ന് നോക്കാം. ഇവിടെ പറയുന്നുണ്ട്, പൊതു അധികാര സ്ഥാപനത്തിന്റെ കൈവശമുള്ളതോ നിയന്ത്രണത്തിലോ ഉള്ളതോ ആയ പ്രമാണങ്ങളും രേഖകളും അത് പരിശോധിക്കുന്നതിന്, അതായത് അവിടെ പോയിട്ട് ആ സ്ഥാപനത്തിൽ പോയിട്ട് പരിശോധിക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ അതിന്റെ പകർപ്പുകൾ എടുക്കുന്നതിന് അല്ലെ, അവിടെ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് ചില കാര്യങ്ങളിലെ അവിടുത്തെ ഏതെങ്കിലും ഡോക്യുമെന്റിന്റെ കോപ്പിയിലെ അതിന്റെ ഒരു പ്രിന്റ് അല്ലെങ്കിൽ അവിടുത്തെ അതിന്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ലഭിക്കാൻ അല്ലെങ്കിൽ അത് തരാൻ അവർ ബാധ്യസ്ഥനാണ്. അപ്പൊ അതിന്റെ പകർപ്പുകൾ എടുക്കാനുള്ള അവകാശം ആർക്കുണ്ട്? ഓരോ പൗരനും ഉണ്ട്. അപ്പൊ ഒന്നാമത്തത് അവിടെ പോയി പരിശോധിക്കാനുള്ള അവകാശമുണ്ട്. രണ്ടാമത് പറഞ്ഞത് അതിന്റെ പകർപ്പുകൾ എടുക്കാനുള്ള അവകാശമുണ്ട്. പിന്നെ പറഞ്ഞൂലേ, അതായത് കമ്പ്യൂട്ടറിലാണ് വിവരമെങ്കിൽ, ഇപ്പൊ കമ്പ്യൂട്ടറിലാണ് അവരുടെ ഡാറ്റയൊക്കെ സൂക്ഷിച്ചിട്ടുള്ളതെങ്കിൽ അതിന്റെയൊക്കെ പ്രിന്റ് എടുക്കാനുള്ള അവകാശമുണ്ട് അല്ലെ. അതിന് ഫ്ലോപ്പി അല്ലെങ്കിൽ ഡിസ്കിലാക്കി എടുക്കാനും അല്ലെങ്കിൽ അതിന്റെ വീഡിയോ കാസറ്റ് ആയിട്ട് എടുക്കാനുള്ള ഏത് രീതിയിൽ എടുക്കാനും നമുക്ക് എന്തുണ്ട്? അവകാശമുണ്ട്. ഇതിനൊക്കെ നിശ്ചിത ഫീസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ നമുക്ക് നിശ്ചിത ഫീസിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള അവകാശമുണ്ട് ആർക്ക്? ഓരോ പൗരനും ഈ ഒരു വിവരാവകാശ നിയമത്തിന്റെ കീഴിൽ വരുന്നതാണ്. അതായത് ആ ഒരു പൊതു അധികാര സ്ഥാപനത്തിലുള്ള എല്ലാ പ്രമാണങ്ങളും അവിടുത്തെ രേഖകളും അല്ലെ, അതിന് കമ്പ്യൂട്ടറിലാണെങ്കിൽ അത് പ്രിന്റ് എടുക്കാനും അതുപോലെ തന്നെ അവിടെ പോയിട്ട് പരിശോധിക്കുന്നതിനും ആ പരിശോധിക്കുന്ന സമയത്തുള്ള ഓരോ ഡാറ്റയും അല്ലെങ്കിൽ ഓരോ ഫയലുകളും നമുക്ക് അതിന്റെ ഒരു കോപ്പി കിട്ടണമെങ്കിൽ അല്ലെ അതൊക്കെ നൽകാനൊക്കെ ആര് ബാധ്യസ്ഥനാണ്? അവിടുത്തെ ഓരോ പൊതു അധികാര സ്ഥാപനങ്ങളും ബാധ്യസ്ഥനാണ്. അതുപോലെ തന്നെ അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ പരിശോധിക്കുന്നതിനും എന്തുണ്ട്? നമുക്ക് അവകാശമുണ്ട് അല്ലെ. അവിടെ ഒന്നും ഇനിയിപ്പോ ചെയ്യുന്നില്ല, അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അവിടെ വെറുതെ നോക്കി നിന്ന് കാണുന്നതിനുള്ള അവകാശവും ആർക്കുണ്ട്? ഓരോ പൗരനുണ്ട്. അപ്പൊ അതും കൂടി നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. അടുത്തത് ഇനി ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട ഡെഫിനിഷൻസിനെ കുറിച്ചിട്ട് പറയുന്നതാണ്. അതായത് ഓരോ സെക്ഷനിലും കൃത്യമായിട്ട് പറയുന്നുണ്ട് ഡെഫിനിഷൻസ് അല്ലെ. ഇതിന് ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെക്ഷൻസ് കൃത്യമായിട്ട് ചോദിക്കാറുണ്ട്. ഫസ്റ്റ് തന്നെയാണ് വിവരം അല്ലെ. അപ്പൊ വിവരാവകാശവുമായി ബന്ധപ്പെട്ടിട്ട് വിവരം എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വിവരം അല്ലെ സെക്ഷൻ 2F എന്തിനെ കുറിച്ച് പറയുന്നത്? വിവരത്തെ കുറിച്ചിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ വിവരത്തെ കുറിച്ചിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെക്ഷൻ ഏതാണ്? നമ്മുടെ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ടിലെ സെക്ഷൻ ചോദിച്ചാൽ സെക്ഷൻ 2F ആണ് കേട്ടോ. അപ്പം എല്ലാ ഡെഫിനിഷൻസും കൊടുത്തിരിക്കുന്നത് സെക്ഷൻ ഏതാണ്? 2 അതിന്റെ സബ്സെക്ഷനിൽ മാത്രമാണ് മാറ്റം വരുന്നത്. അപ്പൊ കൃത്യമായിട്ട് അറിഞ്ഞു വെച്ചേക്കുക. ഒന്നാമത്തത് വിവരമാണ് അല്ലെ. വിവരം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഇപ്പൊ ആ സ്ഥാപനത്തിലുള്ള അത് എന്തൊക്കെയാകാം? ഒന്നെങ്കിൽ അവിടുത്തെ സർക്കുലറുകളാകാം, അല്ലെങ്കിൽ അവിടുത്തെ റെക്കോർഡ്സുകളാകാം, അവിടുത്തെ സ്റ്റാഫിന്റെ ഓരോ ഡീറ്റെയിൽസും അവിടുത്തെ ഡയറക്ടറികളാകാം, അതുപോലെ തന്നെ മറ്റുള്ള എന്തും അല്ലെ. അവിടെയുള്ള ഇനിയിപ്പോ കമ്പ്യൂട്ടറിലാണുള്ള വിവരമെങ്കിൽ അതൊക്കെ എന്താണ്? ഈ വിവരത്തിന്റെ കീഴിൽ വരുന്നതാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെക്ഷൻ ഏതാന്ന് ചോദിച്ചാൽ സെക്ഷൻ 2F ആണ്. അതുപോലെ തന്നെ വിവര അവകാശം അല്ലെ. നമ്മൾ പറഞ്ഞു ഓരോ പൗരനുമുള്ള വിവര അവകാശം, ഈ പറഞ്ഞ വിവരങ്ങളൊക്കെ അറിയാനുള്ള അവകാശമാണ് എന്താ? വിവര അവകാശം എന്ന് പറയുന്നത്. അപ്പൊ വിവര അവകാശത്തെ കുറിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇതിലാണ് സെക്ഷൻ 2J ഏതാണ്? സെക്ഷൻ 2J വിവര അവകാശത്തെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പൊ സെക്ഷൻ 2F എന്താ പറയുന്നത്? വിവരത്തെ കുറിച്ചിട്ടാണ്. അപ്പൊ അത് രണ്ടും മാറരുത്. F ആണ് എന്താ? വിവരം. വിവര അവകാശമാണ് എന്ത്? J എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ F കഴിഞ്ഞിട്ടല്ലേ J വരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. F എന്ന് പറഞ്ഞാൽ 2F എന്താണ്? വിവരത്തെ കുറിച്ചിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. 2J എന്താ? വിവര അവകാശത്തെ കുറിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അല്ലെ നമ്മൾ പറഞ്ഞ പൊതു അധികാര സ്ഥാപനങ്ങൾ അല്ലെ, അതായത് ഗവൺമെന്റിന്റെ കൺട്രോളിൽ വരുന്ന അല്ലെങ്കിൽ ഒരു ഭരണഘടനാ സ്ഥാപനം അല്ലെങ്കിൽ പാർലമെന്റ് പാസാക്കിയ നിയമം മൂലം ഉണ്ടായിട്ടുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഗവൺമെന്റ് നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള അല്ലെങ്കിൽ ഗവൺമെന്റ് സഹായം കൊടുക്കുന്ന സ്ഥാപനങ്ങളൊക്കെ എന്താണ്? പൊതു അധികാര സ്ഥാപനങ്ങളാണ്. അപ്പൊ അവിടെ നിന്നുള്ള വിവരങ്ങൾ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അല്ലാതെ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ പോയിട്ട് അവിടുത്തെ ഡീറ്റെയിൽസ് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടൂല അല്ലെ. അപ്പൊ അതും കൂടി നിങ്ങൾ ഈ ഒരു അവസരത്തിൽ ഓർത്ത് വെച്ചേക്കണം. എന്താണ് പൊതു അധികാര സ്ഥാപനം എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ പൊതു അധികാര സ്ഥാപനത്തെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെക്ഷൻ ചോദിച്ചാൽ ഏതാണ്? സെക്ഷൻ 2H ആണ്. ഏതാണ് സെക്ഷൻ? സെക്ഷൻ 2H ആണ്. ഓർത്ത് വെച്ചേക്കുക. പൊതു അധികാര സ്ഥാപനം ഏതാണ്? സെക്ഷൻ 2H.
ഓക്കെ, അപ്പൊ ഡെഫിനിഷൻസ് ഒക്കെ അല്ലേ, അതായത് ഇങ്ങനെ പറയുന്ന വിവരത്തെ കുറിച്ച് ഡിഫൈൻ ചെയ്യുക, അതുപോലെ തന്നെ വിവരാവകാശത്തെ കുറിച്ചിട്ടും നിർവചിക്കുക, പൊതു അധികാര സ്ഥാപനത്തെ കുറിച്ചൊക്കെ നിർവചിക്കുന്നത് ഇത് ഈ ഒരു സെക്ഷനുകളിലാണ്. വിവരമാണെങ്കിൽ 2F ആണ്, വിവര അവകാശമാണെങ്കിൽ 2J ആണ്, പൊതു അധികാര സ്ഥാപനമാണെങ്കിൽ 2H ആണ്. ഓക്കെ, ഇനി നമുക്ക് പ്രധാനപ്പെട്ട സെക്ഷൻസ് നമ്മൾ പറഞ്ഞില്ലേ, സെക്ഷൻസുകൾ എത്ര ഉണ്ട്? 31 സെക്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ പഠിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ചോദിക്കാറുള്ളതായിട്ടുള്ള സെക്ഷൻസ് കൃത്യമായിട്ട് പഠിക്കണം. പലപ്പോഴുമായിട്ട് സെക്ഷൻസ് ഒക്കെ എടുത്ത് ചോദിക്കാറുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാം. നമുക്ക് എന്ത് ചെയ്യുക, ആദ്യം ആ സെക്ഷൻസുകളൊക്കെ ഏതെല്ലാമാണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അതിന്റെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് നോക്കാം. ഇപ്പൊ എന്ത് ചെയ്യുക, ആ സെക്ഷൻസുകളെ പഠിച്ചിരിക്കേണ്ട സെക്ഷൻസുകൾ ഏതാണെന്നൊക്കെ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാം. അപ്പൊ സെഷൻ 2 നമ്മൾ സെഷൻ 2 ആദ്യം നമ്മൾ പറഞ്ഞു അല്ലേ, ഡെഫിനിഷനെ കുറിച്ചിട്ടാണ്. അതിൽ ഓരോരോ സബ്സെഷൻ ആണ് മാറുന്നത് അല്ലേ. സെഷൻ 2F ആണെങ്കിൽ വിവരവും, 2J ആണെങ്കിൽ വിവരാവകാശവും, അതുപോലെ തന്നെ 2H ആണെങ്കിൽ എന്താണ്, പൊതു അധികാര സ്ഥാപനം എന്നൊക്കെ പറഞ്ഞു. ഇനി സെക്ഷൻ 3 അല്ലേ, സെക്ഷൻ 3 എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? വിവര അവകാശം എന്താണെന്നാണ് പറയുന്നത്. ഓക്കെ, വിവര അവകാശം അല്ലെ, ഏതൊക്കെ രീതിയിലുള്ള വിവരാവകാശങ്ങൾ ഉണ്ടെന്ന് ഒക്കെ പറയുന്നത് ഏതിലാണ്? സെക്ഷൻ 3 ആണ്. പരസ്പരം മാറരുത്. സെഷൻ 2F-ൽ 2J-ൽ നമ്മളിവിടെ പറയുന്നുണ്ട്, 2J-ൽ വിവരാവകാശത്തെ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ് അല്ലെ, അതായത് അതിനെ നിർവചിക്കുക, വിവരാവകാശം എന്താന്ന് നിർവചിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇവിടെ 2J-ൽ പറയുന്നത്. ഇവിടെ സെക്ഷൻ 3-ൽ വിവരാവകാശത്തെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, സെക്ഷൻ 3-ൽ. ഇനി സെഷൻ 4 എന്ന് പറയുന്നത് എന്താണ്? പൊതു അധികാര സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് പറയുന്ന സെക്ഷൻ ആണ് ഏതാ? സെക്ഷൻ 4 എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചേക്കുക, ഏതാണ് സെക്ഷൻ 4? പൊതു അധികാര സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് പറയുന്ന സെക്ഷൻ ചോദിച്ചാൽ സെക്ഷൻ 4 ആണ്. ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ സെക്ഷൻ 5 പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ കുറിച്ചിട്ട് പറയുന്ന സെക്ഷൻ ആണ് സെക്ഷൻ 5 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സെക്ഷൻ 5 എന്താണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ കുറിച്ച് പറയുന്ന സെക്ഷൻ ആണ് സെക്ഷൻ 5 എന്ന് പറയുന്നത്. അതിൽ തന്നെ സെക്ഷൻ 5-ൽ 2, ഓക്കെ, സബ്സെഷൻ 2 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള പരീക്ഷയിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? 5-ൽ 2 ആണ്. നമ്മൾ അറിയാലേ, ഈ ഒരു RTI അപേക്ഷിക്കുന്ന സമയത്ത് നമ്മൾ ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അല്ലെങ്കിൽ ഒരു അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ ആയിരിക്കും നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്നത്. അപ്പൊ അവരെ കുറിച്ച് പറയുന്ന സെക്ഷൻ ആണ് 5 ആണ് അല്ലെ. 5-ൽ സബ്സെക്ഷൻ ആണ് അസിസ്റ്റന്റിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പൊ 5 ആണ് എന്ത്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ കുറിച്ച് പറയുന്നതെന്ന് ഓർത്ത് വെച്ചേക്കുക, 5 ആണ്. അതിൽ 5-ൽ 2 ആണെങ്കിൽ അതെന്താണ്? അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണ്. മറന്നു പോകരുതല്ലോ. അപ്പൊ സെക്ഷൻ 3 എന്താ പറഞ്ഞത്? വിവരാവകാശത്തെ കുറിച്ച് പറയുന്നുണ്ട്. സെക്ഷൻ 4 ആണെങ്കിൽ പൊതു അധികാര സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് പറയുന്ന സെക്ഷൻ ആണ് സെക്ഷൻ 4. 5 ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ആരാണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണ്. അതിൽ അസിസ്റ്റന്റ് ആണെങ്കിൽ 5-ൽ 2 ആണ്. അതും കൂടി ഓർത്ത് വെച്ചേക്കണം, അത് ചോദിച്ചിട്ടുള്ളതാണ്. അടുത്തത് 6 ആണ്, സെക്ഷൻ 6 അല്ലെ. സെക്ഷൻ 6 എന്താണ്? നമ്മൾ പറഞ്ഞില്ലേ, ഒരു വിവരം ലഭിക്കണമെങ്കിൽ നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പൊ പോയി പരിശോധിക്കാൻ അങ്ങനെയും പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അപേക്ഷിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന് റിപ്ലൈ ആയിട്ടും കിട്ടും. അപ്പം വിവരാവകാശ അപേക്ഷയെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 6 ആണ്. ഇപ്പൊ വിവരാവകാശ അപേക്ഷയെ കുറിച്ച് പറയുന്ന സെക്ഷൻ 6 ആണ്. അങ്ങനെ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആ അപേക്ഷ തീർപ്പാക്കുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ തൊട്ടടുത്ത സെക്ഷൻ തന്നെയാണ്, സെക്ഷൻ 7 ആണ്. അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ ഓർത്ത് വെക്കാം. സെക്ഷൻ 6-ൽ എന്താണ്? വിവരാവകാശ അപേക്ഷയെ കുറിച്ച് പറയുന്നു. സെക്ഷൻ 7 എന്താണ്? അപേക്ഷയുടെ തീർപ്പാക്കലിനെ കുറിച്ച് പറയുന്നു. ദെൻ 8 അല്ലെ, 8 എന്താണ്? വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വിവരങ്ങൾ അല്ലെ. നമ്മൾ പറഞ്ഞു ചില സ്ഥാപനങ്ങളിലുള്ള വിവരങ്ങളൊന്നും നമുക്ക് വിവരാവകാശം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കിട്ടില്ല അല്ലെ. അതായത് രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്ത് കിട്ടില്ല, അവിടുത്തെ വിവരങ്ങൾ നമുക്ക് കിട്ടില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വിവരങ്ങൾ ഏതെല്ലാം എന്നൊക്കെ പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 8 ആണ്. അതും കൂടി ഓർത്ത് വെച്ചേക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് സെക്ഷൻ 8 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സെക്ഷൻ 6 എന്താണ്? വിവരാവകാശത്തിന് വേണ്ടിയുള്ള അപേക്ഷ കൊടുക്കുന്ന സെക്ഷൻ ആണ് 6. അങ്ങനെ കൊടുക്കുന്ന അപേക്ഷ അല്ലെ, അത് തീർപ്പാക്കൽ എവിടെയാണ്? 7-ലാണ് അല്ലെ. അത് തൊട്ടടുത്ത സെക്ഷൻ തന്നെയാണ്. സെക്ഷൻ 7-ലാണ് ആ അപേക്ഷയുടെ തീർപ്പാക്കലിൽ, അതായത് ആ അപേക്ഷയിൽ എന്ത് ചെയ്യുക, അതിനുള്ള നടപടി എടുക്കുക. അപ്പൊ എന്താണ് വിവരം ആവശ്യപ്പെട്ടത് അത് കൊടുക്കുന്ന ഒരു സ്റ്റേജ് ആണ് നമ്മുടെ അല്ലെ അപേക്ഷയുടെ തീർപ്പാക്കൽ എന്ന് പറയുന്നത്. അപ്പൊ അത് ഏത് സെക്ഷൻ ആണ്? 7-ആണ്. 8 എന്താണ് പറഞ്ഞത്? വെളിപ്പെടുത്തൽ നിന്ന്, അതായത് വിവരങ്ങൾ കൊടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വിവരങ്ങളെ കുറിച്ച് പറയുന്ന സെക്ഷൻ ആണ് സെക്ഷൻ 8 എന്ന് പറയുന്നത്. ദെൻ അടുത്ത സെക്ഷൻ ആണ് സെക്ഷൻ 11. വളരെ ഇമ്പോർട്ടന്റ് ആണ്.
മൂന്നാം കക്ഷി വിവരങ്ങൾ. അപ്പൊ മൂന്നാം കക്ഷി വിവരങ്ങളെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാറുണ്ട്. ഇപ്പൊ നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം മൂന്നാം കക്ഷി വിവരങ്ങളെ കുറിച്ചിട്ട്. ഓക്കെ, അപ്പൊ മൂന്നാം കക്ഷി വിവരങ്ങളെ കുറിച്ച് പറയുന്ന സെക്ഷൻ ചോദിച്ചാൽ അത് ഏതാണ്? സെക്ഷൻ 11 ഏതാണ് സെക്ഷൻ 11 മൂന്നാം കക്ഷി വിവരങ്ങളെ കുറിച്ച് പറയുന്നത്. ഇനി അടുത്ത സെക്ഷനാണ് സെക്ഷൻ 12 മുതൽ നമുക്ക് ഒരു ഓർഡറിൽ തന്നെ അങ്ങ് പഠിക്കാൻ പറ്റും. എന്താണ് സെക്ഷൻ 12 പറയുന്നത്? കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ നമ്മൾ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കറിയില്ലേ കേന്ദ്ര വിവരാവകാശ കമ്മീഷനുണ്ട്, അതുപോലെ തന്നെ സംസ്ഥാന വിവരാവകാശ കമ്മീഷനുണ്ട്. അപ്പൊ ഈ കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ചിട്ട് അതിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെക്ഷൻ ചോദിച്ചാൽ അതേതാണ്? സെക്ഷൻ 12 ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെച്ചേക്കണം. സെക്ഷൻ 12 കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇനി സെക്ഷൻ 13 ഈ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ അവിടുത്തെ കമ്മീഷണർമാരുണ്ടാവുമല്ലോ, അവരുടെ ഉദ്യോഗ കാലാവധി അതുപോലെ തന്നെ അവരുടെ സേവന വ്യവസ്ഥകളൊക്കെ കുറിച്ച് പറയുന്നതാണ് ഏത്? സെക്ഷൻ 13 ആദ്യം അവരുടെ ആ കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നു. അതിനുശേഷം അടുത്ത സെക്ഷനിൽ എന്താ പറയുന്നത്? അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ കാലാവധി, അവരുടെ സേവന വ്യവസ്ഥകളെ കുറിച്ച് പറയുന്നു. അടുത്ത സെക്ഷൻ ആയിട്ടുള്ള സെക്ഷൻ 14 പറയുന്നത് അവരെ നീക്കം ചെയ്യില്ലേ, അവരെ ആ പദവിയിൽ നിന്ന് ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നത് സെക്ഷൻ ഏതാണ്? സെക്ഷൻ 14. നമുക്ക് ഓർഡറിൽ പഠിച്ചെടുക്കാം അല്ലെ. അതായത് 12, 13, 14 ആദ്യം എന്താണ്? കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. 13 എന്ത് പറയുന്നു? അവരുടെ കാലാവധി അതുപോലെ തന്നെ അവരുടെ സേവന വ്യവസ്ഥകളെ കുറിച്ച് പറയുന്നു. പിന്നെന്താണ് അല്ലെ, അവരെ ആ പദവിയിൽ നിന്ന് ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 14. അപ്പൊ നമ്മളിപ്പോ എന്ത് ചെയ്തു? കേന്ദ്രവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കേന്ദ്ര വിവരാവകാശവുമായി ബന്ധപ്പെട്ട കമ്മീഷനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഇനി നമുക്കില്ലേ തൊട്ടടുത്തത് ആരാണ്? സംസ്ഥാനമാണ് അല്ലെ. അപ്പൊ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണം ഏതിലാണ് പറയുന്നത്? സെക്ഷൻ 15 അപ്പൊ ഈ ഓർഡറിൽ തന്നെ പോവുക. കേന്ദ്രം കഴിഞ്ഞിട്ട് പിന്നെ എന്താ വരുന്നത്? സംസ്ഥാനമാണ്. അപ്പൊ സെക്ഷൻ 15 സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അടുത്തത് എന്താവണം അല്ലെ? ആ സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലെ ഉദ്യോഗസ്ഥരുടെ കാലാവധി അതുപോലെ തന്നെ അവരുടെ സേവന വ്യവസ്ഥകളെ കുറിച്ചിട്ടൊക്കെ പറയുന്ന സെക്ഷനാണ് ഏതാ? സെക്ഷൻ 16 എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് എന്തായിരിക്കും അല്ലെ? നമ്മൾ കേന്ദ്രത്തിൽ പറഞ്ഞ പോലെ ഇവരുടെ ഉദ്യോഗ കാലാവധിയും സേവന വ്യവസ്ഥയും ഒക്കെ കഴിഞ്ഞാൽ പിന്നെന്താണ് അല്ലെ? അവരെ പദവിയിൽ നിന്ന് ഒഴിവാക്കുക അല്ലെങ്കിൽ ആ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സെക്ഷൻ ചോദിച്ചാൽ അത് ഏതാണ്? 17. അപ്പൊ ഈ 12 മുതൽ 17 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓർഡറിൽ തന്നെ അങ്ങ് പഠിച്ചു പോവുക. 12 എന്താ പറഞ്ഞത്? കേന്ദ്ര വിവരാവകാശ കമ്മീഷനാണ് അല്ലെ. 13 അവരുടെ ആ കമ്മീഷണർമാരുടെ അവരുടെ കാലാവധി അതുപോലെ തന്നെ അവരുടെ സേവന വ്യവസ്ഥകളെ കുറിച്ച് പറയുന്നു. പിന്നീട് 14 എന്ത് പറയുന്നു? അവരെ അവിടെ നിന്ന് പദവിയിൽ നിന്ന് ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് 14 എന്ന് പറയുന്നത്. പിന്നെ കേന്ദ്രം കഴിഞ്ഞാൽ പിന്നെ 15 വരുമ്പോൾ ഏതാണ്? സംസ്ഥാനമാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നു. 16 ആണെങ്കിൽ അവരുടെ ഉദ്യോഗ കാലാവധി അതുപോലെ തന്നെ അവരുടെ സേവന വ്യവസ്ഥകളെയൊക്കെ കുറിച്ച് പറയുന്നതാണ് ഏത്? സെക്ഷൻ 16 എന്ന് പറയുന്നത്. 17 ആണെങ്കിലോ സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷണറുടെ നീക്കം ചെയ്യൽ അല്ലെ, ആ പദവിയിൽ നിന്ന് അവരെ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് ഇത് സെക്ഷൻ 17 എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ദെൻ അടുത്തത് നമുക്ക് നോക്കേണ്ട സെക്ഷനാണ് 18. ഓക്കെ, 18 എന്താ പറയുന്നത്? ഇൻഫർമേഷൻ കമ്മീഷനുകളുടെ അധികാരങ്ങളും ചുമതലകളെയും കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 18 എന്ന് പറയുന്നത്. ഈ വിവരാവകാശ കമ്മീഷനിലെ അവരുടെ പ്രവർത്തനങ്ങളിലെ അവരുടെ എന്ത് ചെയ്യുന്നുണ്ട്? അധികാരങ്ങളും അവരുടെ ചുമതലകളെയൊക്കെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് ഇത് സെക്ഷൻ 18 എന്ന് പറയുന്നത്. അതും കൂടി ഓർത്ത് വെച്ചേക്കാം. ഇൻഫർമേഷൻ കമ്മീഷനുകളുടെ അല്ലെ അവരുടെ അധികാരങ്ങൾ, അത് കേന്ദ്രമാകാം സംസ്ഥാനവുമാകാം. അപ്പൊ അവർ ചെയ്യേണ്ട അധികാരങ്ങളിലെ അവർക്കുള്ള അധികാരങ്ങൾ അവരുടെ ചുമതലകളൊക്കെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 18. ഇനി സെക്ഷൻ 19 എന്താ പറയുന്നത്? അപ്പീലിനെ കുറിച്ചിട്ടാണ് അല്ലെ. അപ്പീൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മളൊരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാലേ അതിൽ കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അപ്പീലിന് പോകാൻ പറ്റും. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെക്ഷൻ ഏതാണ്? സെക്ഷൻ 19. ഓക്കെ, അപ്പൊ സെക്ഷൻ 19 അപ്പീലുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ സെക്ഷൻ 20 ഓർത്ത് വെച്ചേക്കണം. പിഴകളുമായി ബന്ധപ്പെട്ട് അല്ലെ. നമ്മൾ പറഞ്ഞു കൃത്യമായിട്ട് വിവരങ്ങൾ നൽകാൻ അവര് ബാധ്യസ്ഥരാണ്. ഇൻ കേസ് അവർ വിവരങ്ങൾ കൃത്യസമയത്ത് നൽകുന്നില്ലെങ്കിൽ അവർക്ക് പിഴ ഈടാക്കാനുള്ള അവകാശം എന്തിൽ പറയുന്നുണ്ട്? നമ്മുടെ വിവരാവകാശ നിയമത്തിൽ പറയുന്നുണ്ട്. അപ്പൊ സെക്ഷൻ 20 എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? പിഴകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതും കൂടി എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചേക്കാം. ഇത്രയും എടുത്ത കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് വരാം. കുറച്ച് പഠിക്കാൻ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. എന്ത് ചെയ്യുക? നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വായിച്ച് പഠിക്കുക. ആദ്യം തന്നെ നമ്മൾ എന്താ പറഞ്ഞതല്ലേ? വിവരാവകാശ നിയമം അല്ലെ പാസ്സാക്കിയത് എന്നാണ്? ലോകസഭ 2005 എന്നൊരു വർഷം മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. പിന്നെ ഉള്ളതിലെ മാസം ഡേറ്റുകളുമാണ്. അത് രണ്ടെണ്ണം സെയിം ആണ് അല്ലെ.
ലോകസഭയാണെങ്കിൽ എന്നാണ് 2005 മെയ് 11, രാജ്യസഭയാണെങ്കിൽ മെയ് 12 അല്ലേ. പിന്നീട് പ്രസിഡന്റിലോട്ട് വരുമ്പോൾ അതെന്താണ്, അടുത്ത മാസമാണ്, ജൂൺ 15. പിന്നീട് ഈ ഒരു നിയമം നിലവിൽ വരുന്നത് എന്നാ ചോദിച്ചാൽ ഒക്ടോബർ 12. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ് ആണ് 2005 ഒക്ടോബർ 12. അപ്പൊ ഈ സമയത്തെ പ്രസിഡന്റ് ആണ് നമ്മുടെ APJ അബ്ദുൽ കലാം. ആ സമയത്തെ പ്രധാനമന്ത്രി ആരാണ് ചോദിച്ചാൽ മൻമോഹൻ സിംഗ് ആണ് അല്ലെ. അപ്പൊ അതും കൂടി ഓർത്ത് വെച്ചേക്കുക. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ്. അതുപോലെ തന്നെ ലോകത്തിൽ ആദ്യമായിട്ട് പാസ്സാക്കിയത് സ്വീഡനാണ്. 55ാമത്തെ രാജ്യമാണല്ലേ ഇങ്ങനെ ഒരു നിയമം പാസ്സാക്കുന്ന 55ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഈ ഒരു വിവരാവകാശ നിയമം അല്ലെ, അതിന്റെ ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവന്ന പ്രധാനമന്ത്രി ചോദിച്ചാൽ അത് VP സിംഗ് ആണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള സംഘടന ചോദിച്ചാൽ അത് മസ്ദൂർ കിസാൻ ശക്തി സംഘടനയാണ് അല്ലെ. നമ്മുടെ രാജസ്ഥാൻ ബേസ്ഡ് സംഘടനയാണ്. അരുണ റോയിയാണ് ഇതിന്റെ സ്ഥാപക നേതാവ് എന്ന് പറയുന്നത്. ഇനി വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ തമിഴ്നാടാണ്. എന്നാൽ 2005 വിവരാവകാശ നിയമം പാസാക്കിയ സംസ്ഥാനം ചോദിച്ചാൽ, അങ്ങനെ എടുത്തു ചോദിച്ചാൽ അത് രാജസ്ഥാനാണ്. ഇനി ഈ നിയമത്തിന്റെ പിൻഗാമിയാണ് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു നിയമം വന്ന ശേഷം ആദ്യമായിട്ട് ഒരു അപേക്ഷ അല്ലെങ്കിൽ ഒരു RTI കൊടുത്ത വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ഷാഹിദ് രാസ ബർണോയി ആണ്. പിന്നീട് നമ്മൾ ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു അല്ലെ. അതായത് നമ്മുടെ അഴിമതി നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സർക്കാരുകളുടെ അവരുടെ പ്രവർത്തനമൊക്കെ ഒന്ന് കാര്യക്ഷമമാക്കാനും അവർക്ക് അവരുടെ ഉത്തരവാദിത്ത ബോധമൊക്കെ ഒന്ന് വളർത്തിയെടുക്കാനൊക്കെ ഈ ഒരു നിയമം സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു നിയമത്തിലെ അധ്യായങ്ങളിലെ, അതായത് ചാപ്റ്റേഴ്സ് 6 സെക്ഷൻസ് 31 ഉണ്ട്. അതുപോലെ തന്നെ ഷെഡ്യൂളുകളുടെ എണ്ണം 2 ചാപ്റ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് പഠിക്കണം. അതായത് രണ്ടാമത്തെ ചാപ്റ്റർ പറയുന്നത് വിവരത്തിനുള്ള അവകാശവും അതുപോലെ തന്നെ പൊതു അധികാര സ്ഥാപനങ്ങളുടെ കടമകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. പിന്നെ 3 പറയുന്നത് എന്താണ്, കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെ കുറിച്ച് പറയുന്നു. 4 എന്തിനെ കുറിച്ചിട്ട് പറയുന്നു, സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെ കുറിച്ച് പറയുന്നു. പിന്നീട് നമ്മൾ പറഞ്ഞില്ലേ ഷെഡ്യൂളുകൾ 2 അതിൽ ഫസ്റ്റ് ഷെഡ്യൂൾ എന്താണ്, സത്യപ്രതിജ്ഞയെ കുറിച്ചിട്ടാണ് പറയുന്നത്. സെക്കൻഡ് ഷെഡ്യൂൾ ആണെങ്കിൽ വിവരങ്ങൾ നിഷേധിക്കുന്ന സ്ഥാപനങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് അല്ലെ. അതായത് അവിടെ വിവരങ്ങൾ എന്ന് വെച്ചാൽ എന്തൊക്കെ അവകാശങ്ങളാണ് ലഭിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഓരോ പൊതുഅധികാര സ്ഥാപനത്തിലും പോയിട്ട് അവിടെ പരിശോധിക്കുന്നതിനും അവിടുത്തെ പകർപ്പുകൾ അതായത് നമുക്ക് അതിന്റെ ഫോട്ടോ കോപ്പി എടുക്കുന്നതിനോ, അതുപോലെ കമ്പ്യൂട്ടറിലെ വിവരമാണെങ്കിൽ അതിന്റെ ഫ്ലോപ്പി, അതുപോലെ ഡിസ്കുകൾ, അതുപോലെ വീഡിയോ കാസറ്റുകളായിട്ടൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ ആ രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യും, കിട്ടാനുള്ള അവകാശമുണ്ട് അല്ലേ. അതും ഒരു നിശ്ചിത ഫീസ് അടച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ ആ ഫീസിന്റെ കാര്യമൊക്കെ നമുക്ക് വരുന്ന വഴിയിൽ പഠിക്കാം. ഇപ്പൊ ഇത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഡെഫിനിഷനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. സെക്ഷൻ 2 എല്ലാ ഡെഫിനിഷനും പറയുന്നത് അല്ലെ. അതായത് നിർവചനങ്ങൾ, വിവരം എന്താണെന്നും അതുപോലെ തന്നെ വിവരാവകാശം എന്താണെന്നും അതുപോലെ തന്നെ പൊതു അധികാര സ്ഥാപനം എന്താണെന്നും ഒക്കെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തത് സെക്ഷൻ 2 വിവരമാണെങ്കിൽ 2F ആണ്. 2J വിവരാവകാശം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പൊതു അധികാര സ്ഥാപനത്തെ കുറിച്ച് പറയുന്നത് 2H പിന്നീട് നമ്മൾ കുറച്ച് സെക്ഷൻസ് പറഞ്ഞു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ആണ്, പലപ്പോഴും ചോദിക്കാറുള്ളതാണ്. കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. സെക്ഷൻ 3 വിവരാവകാശത്തെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. സെക്ഷൻ 4 പൊതു അധികാര സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് പറയുന്നത്. 5 പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. സെക്ഷൻ 5 2 അതായത് സെക്ഷൻ 5 സബ്സെക്ഷൻ 2 ആരെ കുറിച്ചിട്ടാണ്, അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദെൻ സെക്ഷൻ 6 എന്താണ്, വിവരാവകാശത്തിന് വേണ്ടിയുള്ള അപേക്ഷയെ കുറിച്ച് പറയുന്നത് ഏതാണ്, സെക്ഷൻ 6 7 അപേക്ഷയുടെ തീർപ്പാക്കലുമായി ബന്ധപ്പെട്ടില്ലേ, നമ്മൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അത് തീർപ്പാക്കണമല്ലോ. അപ്പൊ തൊട്ടടുത്ത സെക്ഷൻ തന്നെയാണ് പറയുന്നത്. പിന്നെ 8 ആണെങ്കിൽ എന്താണ് അല്ലെ, 8 ആണെങ്കിൽ വെളിപ്പെടുത്തൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വിവരങ്ങൾ അല്ലെ, ചില വിവരങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ട് അല്ലെ, അത് ഏതൊക്കെയാന്നൊക്കെ പറയുന്ന സെക്ഷൻ ഏതാണ്, സെക്ഷൻ 8. പിന്നെ മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ സെക്ഷൻ 11 പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു 12 മുതൽ അങ്ങോട്ട് ഓർഡറിൽ നമുക്ക് പഠിച്ചു വരാം അല്ലെ. അതായത് 12 കേന്ദ്ര വിവരാവകാശ കമ്മീഷനാണ്. 13 ആവുമ്പോൾ അതിന്റെ അവരുടെ ഉദ്യോഗസ്ഥ കാലാവധി, സേവന വ്യവസ്ഥ. അത് കഴിഞ്ഞിട്ട് 14 അവരിലെ നീക്കം ചെയ്യലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ 15 വരുമ്പോൾ സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നുണ്ട്. 16 അവരുടെ ഉദ്യോഗ കാലാവധി അതുപോലെ തന്നെ സേവന വ്യവസ്ഥയെ കുറിച്ച് പറയുന്നു. 17 എന്താണ്, സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷണറെ നീക്കം ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നു അല്ലെ. പിന്നെ 18 എന്താണ്, ഇൻഫർമേഷൻ കമ്മീഷനുകളുടെ അധികാരങ്ങളും അവരുടെ ചുമതലകളെ കുറിച്ചിട്ടൊക്കെ പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 18 എന്ന് പറയുന്നത്. ലാസ്റ്റ് 19 20 19 എന്താണ്, അപ്പീലിനെ കുറിച്ചിട്ടല്ലേ. അതായത് നമുക്ക് കൃത്യമായിട്ടുള്ള വിവരം ലഭിച്ചിട്ടില്ലെങ്കിൽ അതിൽ അപ്പീലിന് പോകാനുള്ള അവകാശമൊക്കെ ആർക്കുണ്ട്, ഓരോ പൗരനും ഉണ്ട്. സെക്ഷൻ 19 അതിനെക്കുറിച്ച് പറയുന്നത്. സെക്ഷൻ 20 പിഴകളെ കുറിച്ച് പറയുന്നത്. അപ്പൊ അതും കൂടി എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചേക്കുക. അതിന്റെ ഈ ഓരോ സെക്ഷനും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അത് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ നമുക്കത് പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ താങ്ക് യു.